എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് രജനികാന്ത് എന്ന 74 വയസ്സ് പ്രായമുള്ള ഈ ഒരു മനുഷ്യൻ 50 വർഷത്തോളം എങ്ങനെയാണ് ഇത്രയേറെ സക്സസ്ഫുള്ളായി അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയിൽ ടോപ്പിൽ നിൽക്കുന്നത് എന്ന്. ഇദ്ദേഹം മാത്രമല്ല, മറ്റു ടോപ്പ് ആക്ടേഴ്സ്, സക്സസ്ഫുൾ പീപ്പിൾ, ഇവരിൽ എല്ലാവരിലും ഈ ഒരു ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി എന്നീ ഈ ക്വാളിറ്റീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി എന്നീ ക്വാളിറ്റീസുകൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഹെൽത്ത്, സ്റ്റഡീസ്, കരിയർ, വെൽത്ത് എന്നിങ്ങനെ നമ്മുടെ ലൈഫിലെ എല്ലാ മേഖലയിലും നമുക്ക് ഇമ്പ്രൂവ് ആകാൻ സാധിക്കും. ബട്ട് ഇതെല്ലാം നമുക്ക് അറിയാമെങ്കിലും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇത്രയേറെ ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ഈ ഒരു മോഡേൺ ജനറേഷനിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് മാറുമെന്ന് അറിയാം. എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇത് ചെയ്യാത്തവരാണ് ഇന്ന് കൂടുതലും നമ്മൾക്കിടയിലുള്ളത്. കാരണം സോ മച്ച് ഡിസ്ട്രാക്ഷൻസ്. സോ 1-2 ദിവസം ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്ന് വീണ്ടും പഴയതുപോലെ അഡിക്റ്റഡ്, ലേസി, അൺഡിസിപ്ലിൻഡ് ആയിട്ട് മാറുന്ന ഈ ഒരു മൈൻഡ് സെറ്റ് വിട്ട് ലോങ് ടൈമിലേക്ക് ഒരു ഡിസിപ്ലിൻ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ക്വാളിറ്റി ലൈഫ് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് ഡാനിയൽ മാർട്ടിൻ എഴുതിയ ദ പവർ ഓഫ് ഡിസിപ്ലിൻ എന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ സമ്മറിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 കാര്യങ്ങൾ നിങ്ങൾ അടുത്ത 21 ദിവസത്തേക്കെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി 0.1% വർദ്ധിക്കും. നമ്പർ 1, പ്രാക്ടീസ് എർജ് സർഫിംഗ്. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഒരു ഹാബിറ്റ് നിർത്തണമെന്ന് പല കാര്യങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അത് നിർത്താൻ സാധിക്കാതെ നിങ്ങൾ ഇന്നും അതേ ഹാബിറ്റ് തന്നെ തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. അതിപ്പോൾ 18+ വീഡിയോസിൽ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ റീൽസ്, ഷോർട്സ് ഇത് സ്ക്രോൾ ചെയ്യുന്നതായിരിക്കാം. ഇത്തരത്തിൽ നിങ്ങൾ നിർത്തണമെന്ന് വിചാരിക്കുന്ന ആ ഒരു ഹാബിറ്റിനെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. എപ്പോഴൊക്കെ നിങ്ങൾ ആ ഒരു ഹാബിറ്റ് ഇനി ചെയ്യില്ല എന്ന് വിചാരിക്കുന്നോ അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതുപോലെയുള്ള ഒരു ഇന്നർ വോയിസ് വരും. അതായത് ഇത്രയൊക്കെ പഠിച്ചില്ലേ, ഇത്രയൊക്കെ വർക്ക് ചെയ്തില്ലേ, ഇനി മതി, ഇനി ഫോണിൽ റീൽസ്, ഷോർട്സ് എന്നിങ്ങനെ കണ്ട് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാമെന്നുള്ളതായിരിക്കും ആ ഒരു ഇന്നർ വോയിസ് എന്നുള്ളത്. ഈ ഒരു വോയിസിനെ ഓതർ പറയുന്നത് ഇമ്പൾസ് വോയിസ് എന്നുള്ളതാണ്. സോ ഈ ഒരു ഇമ്പൾസ് വോയിസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ബട്ട് ഇത് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു അർജ് സർഫിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമ്പൾസ് വോയിസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഹാബിറ്റ് അത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അർജ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലേ? ആ ഒരു അർജിനെ ഓതർ ഒരു കടൽ തിരമാലയെ പോലെ കാണാൻ പറയുന്നു. തിരമാലകൾ ആദ്യം വളരെ വലുതായി മുകളിലേക്ക് ഉയരും, എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴത്തേക്ക് തന്നെ പോകും. ഇതുപോലെ തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്ന അർജസും. നിങ്ങളിലേക്ക് അർജസ്, ഇമ്പൾസ് വോയിസ് ഇതെല്ലാം വരുന്ന ആദ്യത്തെ കുറച്ച് നിമിഷത്തേക്ക് മാത്രമേ അത് വളരെ ശക്തമായിരിക്കുള്ളൂ. ഈ സന്ദർഭത്തിൽ നിങ്ങൾ വളരെ ശാന്തമായി ആ ഒരു ഇമ്പൾസ് വോയിസിനെ ഒബ്സർവ് ചെയ്യണമെന്ന് ഓതർ പറയുന്നു. സോ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ തിരമാലകളെ പോലെ ആ ഒരു ഇമ്പൾസ് വോയിസും താനെ ഇല്ലാതാകും. വലിയ കടൽ തിരമാലകളുടെ മേലെ വാട്ടർ സർഫിംഗ് ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശക്തമായ കടൽ തിരമാലകളെ എതിർത്ത് നിൽക്കാതെ അതിൻ്റെ മേലെ അവർ വളരെ കാമായിട്ടാണ് സർഫിംഗ് ചെയ്യുന്നത് എന്ന്. ഇതുപോലെ നിങ്ങളുടെ അർജസിനെയും ഇമ്പൾസ് വോയിസിനെയും അത് ശക്തമാകുന്ന സമയത്ത് അതിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് ടൈം എടുത്ത് ഹാൻഡിൽ ചെയ്യുക എന്ന് ഓതർ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം അത് കഴിക്കണമെന്നുള്ള അർജ് വരുമ്പോൾ, അതുപോലെ 18+ വീഡിയോസുകൾ കാണണമെന്നുള്ള അർജ് വരുമ്പോഴൊക്കെ ആ ഒരു ഇനീഷ്യൽ അർജസിൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്ത് അതിനെ ഒരു 3rd പേഴ്സൺ പോലെ വീക്ഷിക്കുക. അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിലെങ്കിൽ നിങ്ങൾ അവർക്ക് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. സോ 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ആ ഒരു അർജസ് ആകുന്ന തിരമാലകൾ പതിയെ ഇല്ലാതാകും. നമ്പർ 2, സ്റ്റാർട്ട് യുവർ മോർണിംഗ് റൈറ്റ്. മൈക്ക് ടൈസൺ, US എക്സ് പ്രസിഡന്റ് ഒബാമ, ബിൽ ഗേറ്റ്സ്, രത്തൻ ടാറ്റ, അംബാനി ഇവരെല്ലാവരും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്നത് കൊണ്ടാണ് സക്സസ് ഇവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഇവരെ എല്ലാവരെയും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു കോമൺ ഹാബിറ്റ് ഉണ്ട്. ആൻഡ് ഇതിന് ഒരു സയൻറ്റിഫിക് റീസണും ഉണ്ട്. ആ ഒരു ഹാബിറ്റാണ് നിങ്ങളുടെ മോർണിംഗ് റൂട്ടീൻ പോസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ജോഗിങ്, റണ്ണിങ്, എക്സസൈസ്, മെഡിറ്റേഷൻ, രാവിലെയുള്ള സൺലൈറ്റ് കൊള്ളുക, ജേർണലിംഗ്, പ്രൊഡക്റ്റീവായിട്ടുള്ള ടാസ്കുകളെ കംപ്ലീറ്റ് ആക്കുക, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം.
ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു റിസർച്ചിൽ പറയുന്നത് നിങ്ങളുടെ മോർണിംഗ് നിങ്ങളൊരു പോസിറ്റീവ് ആക്ടിവിറ്റി ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ രാവിലെ തന്നെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആകും എന്നുള്ളതാണ്. ഈ ഒരു പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളുടെ സെൽഫ് കൺട്രോളിന് സഹായിക്കുന്നത്. ബേസിക്കലി ഈ ഒരു പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആണെങ്കിൽ അന്നേ ദിവസം നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ കൂടുതലായിരിക്കും. സോ ഡിസ്ട്രാക്ഷൻസിനെ ഇല്ലാതാക്കി പ്രൊഡക്റ്റീവായ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനെ സൈക്കോളജിക്കൽ മൊമെൻറ്റം എന്നും പറയും. അതായത് ഒരു പമ്പരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റത്തിൽ ആ ഒരു പമ്പരം കുറച്ച് സമയം കറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇതുപോലെ നമുക്കും നല്ലൊരു മൊമെൻറ്റം ലഭിക്കാൻ വേണ്ടി രാവിലെ പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യുക. സോ ഇതിലൂടെ ഡിസിപ്ലിൻഡായി പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ സൈക്കോളജിക്കലി നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. രത്തൻ ടാറ്റ രാവിലെ 30 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. മൈക്ക് ടൈസൺ രാവിലെ 4 മണിക്ക് എണീറ്റ് ട്രെയിൻ ചെയ്യുമായിരുന്നു. സോ എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും അവരുടെ മോർണിംഗ് ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് ആക്ടിവിറ്റി ചെയ്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അത് അവരെ ലോങ് ടൈമിലേക്ക് ഡിസിപ്ലിൻഡ് ആക്കി വയ്ക്കും. സോ ഇനി നിങ്ങളുടെ മോർണിംഗിൽ സ്നൂസ് ബട്ടൺ അമർത്തുക, റീൽസ്, ഷോർട്സ്, വാട്സപ്പ് മെസ്സേജസ് നോക്കി ബെഡിൽ തന്നെ അങ്ങനെ കുറേ സമയം കിടക്കുക, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ മോർണിംഗിൽ തന്നെ നിങ്ങൾ വളരെ ലേസി ആണെങ്കിൽ ആ ഒരു ഡേ മൊത്തം നിങ്ങൾ അൺപ്രൊഡക്റ്റീവ് ആയിരിക്കും. നമ്പർ 3, മാനേജ് യുവർ മെൻ്റൽ എനർജി. 1996 ഒരു സൈക്കോളജിസ്റ്റ് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു. കുറച്ച് ആളുകളെ 2 ഗ്രൂപ്പുകളാക്കി തിരിച്ചു, ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഇപ്പോൾ ഗ്രൂപ്പിൽ 1 ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ 2 പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്ലേറ്റിൽ റാഡിഷ് ഉണ്ട്, രണ്ടാമത്തെ പ്ലേറ്റിൽ കുക്കീസ് ഉണ്ട്. ഈ 2 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാമെന്ന്. സോ ഗ്രൂപ്പ് 1 ആളുകൾ എല്ലാവരും കഴിച്ചത് ആ ഒരു കുക്കീസ് ആയിരുന്നു. ഇനി ഗ്രൂപ്പ് 2 ആളുകളോട് പറഞ്ഞു, ഇവിടെ ഒരു പ്ലേറ്റിൽ റാഡിഷ് ഉണ്ട്, മറ്റേ പ്ലേറ്റിൽ കുക്കീസ് ഉണ്ട്, എന്നാൽ നിങ്ങൾ റാഡിഷ് മാത്രമേ കഴിക്കാവൂ എന്ന്. സോ ഗ്രൂപ്പ് 2 ആളുകൾ മനസ്സോടു കൂടി ആ ഒരു കുക്കീസിനെ നോക്കി വളരെയധികം കഷ്ടപ്പെട്ട് അവരുടെ വിൽ പവർ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു റാഡിഷ് കഴിച്ചു. ഈ ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സൈക്കോളജിസ്റ്റ് ഒരു ടെസ്റ്റ് കൂടി ഈ 2 ഗ്രൂപ്പിനെ വെച്ച് നടത്തി. 2 ഗ്രൂപ്പുകളോടും ഒരു പസിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞ് അത് അവർക്ക് കൊടുത്തു. ഇവിടെ നമ്മൾ വിചാരിക്കും തങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ആ ഒരു റാഡിഷ് കഴിച്ചവരായിരിക്കും ഇതിൽ വിജയിക്കുക എന്ന്. എന്നാൽ ഷോക്കിംഗ്ലി തങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ആ റാഡിഷ് കഴിച്ച ആളുകൾ ഈ ഒരു പസിൽ തങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. ആരൊക്കെയാണ് കുക്കീസ് കഴിച്ചത് അവർ ആ ഒരു പസിൽ സക്സസ്ഫുൾ ആയിട്ട് സോൾവ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ നടന്നതിന് ഒരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്. വളരെ കൺട്രോൾ ചെയ്ത് റാഡിഷ് കഴിച്ച ആളുകളുടെ മോസ്റ്റ് എമൗണ്ട് ഓഫ് മെൻ്റൽ എനർജിയും വിൽ പവറും എല്ലാം ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നഷ്ടപ്പെട്ടു. സോ സെക്കൻഡ് റൗണ്ടിൽ ആ ഒരു പസിൽ സോൾവ് ചെയ്യാനുള്ള മെൻ്റൽ എനർജിയും വിൽ പവറും അവരിൽ കുറവായിരുന്നു. എന്നാൽ കുക്കീസ് കഴിച്ച ആളുകൾ അധികം മെൻ്റൽ എനർജിയൊന്നും യൂസ് ചെയ്യാതെ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും അത് കഴിച്ചിട്ടുണ്ടായിരിക്കുക. സോ ഇവരിൽ കൂടുതൽ മെൻ്റൽ എനർജി ഉണ്ടായിരിക്കും രണ്ടാമത്തെ ഗ്രൂപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇതുകൊണ്ടാണ് ഈ ഒരു പസിൽ സോൾവ് ചെയ്യുന്ന റൗണ്ടിൽ ഇവർക്ക് വിജയിക്കാൻ സാധിച്ചത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അർത്ഥമാക്കുന്നത് നിങ്ങൾ കുക്കീസ് എല്ലാം ധാരാളം കഴിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണ്ട എന്നുള്ളതല്ല. നേരെ മറിച്ച് എല്ലാ മനുഷ്യരിലും ഒരു ലിമിറ്റിൽ മാത്രമേ ഈ ഒരു വിൽ പവറും മെൻ്റൽ എനർജിയും ഉണ്ടായിരിക്കുകയുള്ളൂ. സോ അത് നമ്മൾ വളരെയധികം ശ്രദ്ധയോடு കൂടി യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരാൾ 2 മണിക്കൂർ വെറുതെ റീൽസ് സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 മണിക്കൂർ അനാവശ്യമായിട്ട് സംസാരിച്ച് കളയുന്നുണ്ട്, ഫോൺ കാണുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുക. സോ ഇത്രയും മണിക്കൂർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്രമാത്രം മെൻ്റൽ എനർജിയും വിൽ പവറും അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇയാളോട് ജസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്ക് അതൊരിക്കലും ചെയ്യാൻ തോന്നില്ല. എഗെയിൻ റീൽസ് മാത്രമേ അയാൾക്ക് കാണാൻ തോന്നുകയുള്ളൂ. ബിക്കോസ് അയാളിൽ മെൻ്റൽ എനർജി വളരെയധികം കുറവാണ്. സോ ഡിസിപ്ലിൻഡായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളിൽ വളരെയധികം മെൻ്റൽ എനർജിയും വിൽ പവറും ഉണ്ടായിരിക്കണം. സോ നിങ്ങളുടെ ബ്രെയിനിലുള്ള ലിമിറ്റഡ് മെൻ്റൽ എനർജിയെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ആക്ടിവിറ്റീസിൽ ഏർപ്പെടാതെ ആ ഒരു മെൻ്റൽ എനർജിയെ നിങ്ങളെ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ബ്രെയിനിലെ മെൻ്റൽ എനർജിയെ നിങ്ങളുടെ മൊബൈലിലെ ചാർജിനെ പോലെ കണക്കാക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ചാർജ് ചെയ്യാൻ സാധിക്കൂ, അതും 50% മാത്രമേ ചാർജ് അതിൽ കയറുകയുള്ളൂ എന്നുള്ള ഈ ഒരു കണ്ടീഷനിലാണ് ഉള്ളതെങ്കിൽ അപ്പോൾ ആ ഒരു 50% ചാർജും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചായിരിക്കും യൂസ് ചെയ്യുക അല്ലേ. ഇതുപോലെ നിങ്ങളുടെ ബ്രെയിനിനെയും നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യണം.
ഉറക്കമാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ചാർജിങ് സ്റ്റേറ്റ് എന്നുള്ളത്. സോ ആ ഒരു ചാർജിങ്ങിന് ശേഷം നിങ്ങൾ അന്നേ ദിവസം എന്തൊക്കെ ആക്ടിവിറ്റീസുകളിൽ ഏർപ്പെടുന്നുണ്ടോ അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ എനർജിയും പതിയെ കുറയാൻ തുടങ്ങും. സോ ഇനി മുതൽ നിങ്ങളുടെ മെൻ്റൽ എനർജിയെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം സ്പെൻഡ് ചെയ്യുക. ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെ ഡിസിപ്ലിൻഡ് ആക്കി മാറ്റും. നമ്പർ 4, ട്രെയിൻ യുവർ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. നമ്മളുടെ ബ്രെയിനിൽ 2 റീജിയൻസ് ഉണ്ട്. ഒന്ന് സെൽഫ് കൺട്രോളിങ്ങിന് നമ്മളെ സൈക്കോളജിക്കലി സഹായിക്കുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് അടങ്ങിയ ഒരു ഭാഗം. രണ്ടാമത്തെ റീജിയൻ ഇത് നിങ്ങളെ സെൽഫ് കൺട്രോൾ, ഡിസിപ്ലിൻ ഇതിനൊന്നും തന്നെ അനുവദിക്കില്ല. ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സെൽഫ് കൺട്രോൾ തകർത്ത് ഇത് അതിൻ്റെ പിറകെ പോകും. സോ നിങ്ങളുടെ ബ്രെയിനിലെ ഈ 2 റീജിയൻസിൽ ഏത് റീജിയനാണോ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് ആക്ച്വലി അതുപോലെ ആയിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുക. സോ നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ നൽകുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കണം. ഇത് നിങ്ങളെ വെൽ സെൽഫ് കൺട്രോൾഡ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റും. ജിമ്മിലേക്ക് പോകുന്ന ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ചിലരുടെ കൈ, ആംസ്, ഷോൾഡേഴ്സ് ഇതെല്ലാം വളരെ മസ്കുലർ ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും. എന്നാൽ അവരുടെ കാൽഭാഗം മാത്രം വളരെ വീക്കായിരിക്കും. ഇതിനുള്ള കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് ലെഗ് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല. സോ അത് അവർ സ്കിപ്പ് ചെയ്യും. അവരുടെ ആംസ്, ഷോൾഡേഴ്സ് ഇതിനെ മാത്രമായിരിക്കും അവർ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതേ കോൺസെപ്റ്റിലാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ 2 റീജിയൻസും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഏത് റീജിയനെയാണോ കൂടുതലായും ട്രെയിൻ ചെയ്യുന്നത് ആ റീജിയൻ സ്ട്രോങ് ആയിട്ട് മാറും. സോ ആ ഒരു ബ്രെയിൻ പറയുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ കേൾക്കുക. ഇതുകൊണ്ടാണ് നിങ്ങളൊരു കാര്യം നിർത്തണമെന്ന് വിചാരിച്ചിട്ടും അത് നിങ്ങളെ കൊണ്ട് നിർത്താൻ സാധിക്കാത്തത്. സപ്പോസ് നിങ്ങൾ റീൽസ്, ഷോർട്സ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ നൽകാത്ത നിങ്ങളുടെ ബ്രെയിനിൻ്റെ റീജിയനെയാണ് നിങ്ങൾ കൂടുതലായിട്ടും ട്രെയിൻ ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ ഇതിലൂടെ നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ നൽകുന്ന നിങ്ങളുടെ ബ്രെയിനിലെ ഭാഗം കൂടുതലും ആക്റ്റീവ് ആകും. ഡെയിലി 50 റുപ്പീസ് ഞാൻ സേവ് ചെയ്തിരിക്കും. ഇനി ഞാൻ ഡെയിലി കൂടുതൽ പഠിക്കും, വർക്ക് ചെയ്യും. ഇത്ര ദിവസം കൊണ്ട് എൻ്റെ ഇത്ര കിലോ ഭാരം ഞാൻ കുറച്ചിരിക്കും. ഇത്തരത്തിൽ ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ ഡെയിലി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ ഡിസ്ട്രാക്റ്റ് ആയിട്ട് മാറാതെ വെൽ സെൽഫ് കൺട്രോൾഡ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് മാറും. ഫ്രണ്ട്സ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പവർഫുൾ എനർജിയെ നൽകിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്ത് ഐ ക്യാൻ ഡു ദീസ് ഡെഫിനറ്റ്ലി എന്ന് കമൻറ്റ് ചെയ്യുക. എക്സാമ്പിളായിട്ട് ഐ ആം ശ്രീഹരി, ഐ ക്യാൻ ഡു ദീസ് ഡെഫിനറ്റ്ലി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.